ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. 2025 KTUവിന്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഹാജരെടുക്കുക, അറ്റൻഡൻസ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാനിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, പാർട്ട് 1 ആണ്. നമ്മൾ അടുത്ത 5 ദിവസങ്ങളിലായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ സ്റ്റഡി പ്ലാനുകൾ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിച്ച് തുടങ്ങണം, എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതിന്റെ കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്, നിങ്ങൾ +2 വരെയൊക്കെ ഒരു ടൈം ടേബിൾ വെച്ച് സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് ഓരോരുത്തർ പറയുന്ന വിഷയങ്ങളൊക്കെ എടുത്ത് വെച്ച് പഠിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. പക്ഷേ എഞ്ചിനീയറിംഗിന് അത് വേണ്ട. കൃത്യമായിട്ട് മനസ്സിലാക്കുക, സിമ്പിൾ ആണ് നിങ്ങളുടെ എക്സാം. നിങ്ങൾ ഇനി KTUവിന്റെ സിലബസ് എടുത്ത് വെച്ച് പഠിക്കുന്നു, അതിൽ നിന്ന് തന്നെ വെറും പാർട്ട് എ പാർട്ട് ബി രണ്ട് പാർട്ടേ ഉള്ളൂ. എല്ലാ വിഷയത്തിനും അങ്ങനെ തന്നെയാണ്. പാർട്ട് എയിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ച്, ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ആകെ 4 ക്വസ്റ്റ്യനേ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യൻ 9 മാർക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് എന്താണ്? 4-5 സബ്ജക്റ്റ് മാത്രമാണ്. അതും ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ്സ് ഉണ്ട്. അതിനനുസരിച്ച് ഏത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻറ്റ് കൂട്ടി പഠിക്കണം, ഏത് സബ്ജക്റ്റ് ഒന്ന് ജസ്റ്റ് പഠിച്ചാൽ മതി എന്നൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ പറയാണ്, ഡിസംബർ 15 എക്സാം ആണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നവംബർ 20 കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് 25 ദിവസം, അതായത് ഒരു മാസം അടുപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഒരു ദിവസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന്, KTU അനുശാസിക്കുന്ന KTUവിന്റെ സിലബസ്, KTUവിന്റെ നിങ്ങൾ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ഡി, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബ്രാഞ്ച് ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ സിലബസ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഇല്ല എങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ അയച്ചു തരാം. ഓക്കെ, സിലബസ് എടുത്ത് വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, ആ സിലബസ് നോക്കി നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും എത്ര ക്രെഡിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുക. ക്രെഡിറ്റ്സ്, ഞാൻ പറയുന്നു ക്രെഡിറ്റ്സ്. 4 ക്രെഡിറ്റ് ഉള്ളത് മാത്സ് ആണെങ്കിൽ മാത്സിന് ഇമ്പോർട്ടൻറ്റ് കൂടുതലാണ്. അല്ലാതെ സാധാരണ ഒരു സബ്ജക്റ്റിന് 2 ക്രെഡിറ്റ് ആണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കുറച്ച് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര ഗ്രേഡ് കിട്ടുന്നു അതിനെ ക്രെഡിറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ SGPA കിട്ടുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സിലബസ് മനസ്സിലാക്കുക, ക്രെഡിറ്റ്സ് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് ഈ സബ്ജക്റ്റിനെല്ലാമുള്ള മൊഡ്യൂൾ വൈസ് നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ചിലപ്പം നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ നോട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ പലയിടത്തുനിന്നും ഡൗൺലോഡ് ചെയ്ത നോട്ടുകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഏത് ലെവലിലുള്ള മാർക്കാണോ മേടിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള നോട്ടുകൾ എടുത്ത് വെക്കുക. ഓക്കെ, ഇനി നോട്ട്സ് ഇല്ല എങ്കിൽ നമുക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതി. ഈ വാട്സാപ്പിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ തന്നെ പറഞ്ഞു തരാം. ഓക്കെ, ആ നോട്ട്സ് എടുത്ത് വെക്കുക. പിന്നെ ഒരു റിക്വയർമെൻറ്റും കൂടിയുണ്ട്. ഓരോ ഇതിൻ്റെയും അറ്റ്ലീസ്റ്റ് 2 സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ പൈത്തനാണ് പഠിക്കുന്നതെങ്കിൽ പൈത്തൻ്റെ സിലബസ് റെഡിയാക്കി വെക്കുക, പൈത്തൻ എത്ര ക്രെഡിറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ മൊഡ്യൂൾ വൈസ് നോട്ട്സ് സെറ്റാക്കി വെക്കുക. എന്നിട്ട് എന്താണ്, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 സെറ്റ് എടുത്ത് വെക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ സംഗതി റെഡിയായി. ഇതുപോലെ എല്ലാ വിഷയത്തിനും ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ക്രെഡിറ്റ് കൂടിയ ഒരു 3 വിഷയം ചൂസ് ചെയ്യുക. അതിൻ്റെ ഈ നോട്ട്സ് തുടങ്ങി നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാം എന്നുള്ളതാണ് കാര്യം. ഓക്കെ, എന്നിട്ടാണ് ഓരോ മൊഡ്യൂൾ വൈസ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. സോ ഗൈസ്, ഇത്രയും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇനി എങ്ങനെ പഠിക്കണം, എത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, എങ്ങനെ നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നോട്ടും ഒക്കെ ചേർത്ത് സിമ്പിൾ ആൻഡ് ഷോർട്ട് ട്രിക്ക് ഓഫ് വിത്തൗട്ട് സപ്ലി എക്സാം എങ്ങനെ പാസ്സാവുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിനി നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. ഫസ്റ്റ് എക്സാം ആണ്, യൂണിവേഴ്സിറ്റി ലെവലിലുള്ള ഫസ്റ്റ് എക്സാം ആണ്. S1 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ S2 S3 ഒക്കെ വെയിറ്റ് ചെയ്യാതിരിക്കാതെ ഇപ്പോൾ സമയമുണ്ട്, പഠിച്ചു തുടങ്ങുക ഗൈസ്. ഓൾ ദി ബെസ്റ്റ്.